നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം കോടതി തള്ളിയതോടെ ആവേശത്തിലാണ് ആഭ്യന്തര വകുപ്പ്. വരും ദിവസങ്ങളിൽ അതിജീവിതയെ അപമാനിച്ചവരുടെ അറസ്റ്റിന് ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്തത് സന്ദീപ് വാര്യരെ തൂക്കി അകത്തിടണമെന്നും അതും വീട്ടിൽ കയറി തൂക്കണമെന്നും ഉത്തരവ്. ഇത് സർക്കാരിന്റെ കൃത്യമായ പദ്ധതിയാണ്. ഡിസംബർ 8 വരെ മാധ്യമങ്ങളിൽ നിറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ ആയിരിക്കണം എന്നുള്ള അജണ്ട. തദ്ദേശ പോരിൽ വോട്ടെടുപ്പ് ഡിസംബർ 8-നാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതൊന്നും ആ ദിവസം വരെ വാർത്തകളിൽ നിറയരുതെന്ന കൃത്യമായ പദ്ധതി. അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ സന്ദീപ് വാര്യരും പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് സെക്രട്ടറി രഞ്ജിത പുളിക്കൽ, അഭിഭാഷക ദീപ ജോസഫ്, രാഹുൽ ഈശ്വർ എന്നിവരെ പ്രതിയാക്കിയാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിലെ ആദ്യ അറസ്റ്റ് രാഹുൽ ഈശ്വറിന്റേതായിരുന്നു. ജാമ്യം കിട്ടുമെന്ന ഉറച്ച വിശ്വാസം രാഹുൽ ഈശ്വറിന് ഉണ്ടായിരുന്നു. പക്ഷേ കോടതി പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്: അതിജീവിതയെ അപമാനിക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു. ഇതാണ് രാഹുൽ ഈശ്വറിനും അതുപോലെ കേസിലെ മറ്റുള്ളവർക്കും കുരുക്കാകുന്നത്. രാഹുൽ ഈശ്വറിന്റെ റിമാൻഡും പിന്നാലെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ പൊട്ടിത്തെറിക്കുന്നതുമാണ് ഇപ്പോൾ പ്രധാന മാധ്യമ വാർത്തകൾ. അതായത് അവരുടെ പിന്നാലെയാണ് മാധ്യമങ്ങളെല്ലാം. അതുകൊണ്ട് ഇന്ന് സന്ദീപ് വാര്യരുടെ അറസ്റ്റ് ഉണ്ടാകില്ല. രാഹുൽ ഈശ്വർ വിഷയം ഒന്ന് തണുക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ചർച്ചകൾ വരുന്നു. അതും വീട് വളഞ്ഞ് തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെയാകുമ്പോൾ മാധ്യമങ്ങളിൽ അത് മാത്രമാകും വാർത്ത. അതിനുശേഷം മറ്റുള്ളവരുടെ അറസ്റ്റും. അങ്ങനെ ഡിസംബർ 8 വരെ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിച്ചു നിർത്തണമെന്ന ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വർ അറസ്റ്റിലായതിനു പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും. കേസിലെ 4ാം പ്രതിയാണ് സന്ദീപ് ഇപ്പോൾ ശാസ്തമംഗലം അജിത് കുമാർ വഴി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഉടൻ തന്നെ നീക്കം തുടങ്ങും എന്നുള്ളതാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന പ്രൊഫൈലുകൾ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം 5 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. യുവതിയെ തിരിച്ചറിയാൻ കഴിയുന്ന തരം പരാമർശം യൂട്യൂബ് വീഡിയോയിലൂടെ നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഈശ്വർ അകത്തായത്. സന്ദീപ് വാര്യർ തന്റെ സാമൂഹിക മാധ്യമ പേജിൽ ഉൾപ്പെടുത്തിയിരുന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റ്. എന്നാൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പരാമർശവും തന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ പിന്നീട് വിശദീകരിച്ചിരുന്നു. അതായത് ഈ വിവാദം വലിയ രീതിയിൽ പൊട്ടിത്തെറിയിലേക്ക് എത്തിയപ്പോൾ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് DYFI ആണെന്നും സന്ദീപ് ആരോപിച്ചു. ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് DYFI. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന്റെ പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്. ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. DYFI നേതാക്കൾക്ക് അയച്ചു തരാം. ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുത്തേക്കൂ. ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ പറയാത്തത് പരാതിക്കാരിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചിരുന്നു. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഞാൻ എവിടെയാണ് വെളിപ്പെടുത്തിയത്? അത് തെളിയിക്കൂ. അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല ഞാൻ. മാത്രമല്ല, വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനുമല്ല ഞാൻ. അതിന്റെ ടൈമിംഗ് ഒക്കെ സാങ്കേതിക വിദഗ്ധർക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, അക്കാലയളവിൽ ഞാൻ പങ്കെടുത്ത മറ്റൊരാളുടെ വിവാഹ ഫോട്ടോയും ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ഫോട്ടോയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയതിനാൽ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കെതിരെ ഒരു നിയമപ്രശ്നവും ഉണ്ടാകില്ല എന്നുറപ്പുണ്ടായിട്ടും ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ധാർമ്മികതയുടെ പേരിലാണ് അത് ഞാൻ ചെയ്തത്. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. ആ നടപടി പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തതാണ്. ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കർത്തവ്യം. അതിൽ കവിഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു വാക്ക് പോലും പറയില്ല. സത്യം വിജയിക്കണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇതായിരുന്നു ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ പ്രതികരിച്ചത്. അതിജീവിതക്കെതിരായ രഞ്ജിത പുളിക്കലിന്റെയും ദീപ ജോസഫിന്റെയും ഫേസ്ബുക്ക് കുറിപ്പുകളാണ് അവരെ പ്രതികളാക്കുന്നതിന് കാരണമായത്.
അതിജീവിതയെ തിരിച്ചറിയുന്ന വിധത്തിൽ പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ കുറ്റങ്ങളും IT നിയമത്തിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈബർ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ യുവതി ADGPക്ക് മുൻപാകെ സമർപ്പിച്ച പരാതിയിൽ ജില്ലകൾ തോറും കേസെടുക്കാൻ നടപടി കൈക്കൊണ്ടിരിക്കുകയാണ്. സൈബർ ആക്രമണത്തിൽ അതിജീവിത പരാതിപ്പെട്ടത് സർക്കാരിനിപ്പോൾ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റിന് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. കുറച്ചു ദിവസത്തേക്ക് ഈ വാർത്ത വെച്ച് ഓടിക്കാമെന്ന കണക്കുകൂട്ടൽ. അതിനിടെ ശബരിമല കൊള്ളയിൽ വല്ല പൊട്ടിത്തെറി ഉണ്ടായാൽ വീണ്ടും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ അറസ്റ്റ്. പുട്ടിന് പീര പോലെ അറസ്റ്റ് വെച്ച് കളിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ. സന്ദീപ് വാര്യർ ഒളിവിൽ പോയി എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് യുവതിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ യുവതിയുടെ ഫോട്ടോ സഹിതമാണ് പുറത്തു പോകുന്നത്. അവരുടെ വിവാഹ റിസപ്ഷന്റെയും ഒക്കെ ഫോട്ടോകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഗുരുവായൂരിൽ വെച്ച് താലി കെട്ടിയതിൻ്റേത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു പോകുന്നത്. ഇതിൽ CPM സൈബർ ഗ്രൂപ്പുകളുമുണ്ട്, കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളുമുണ്ട്. ഈ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ അതിജീവിതയെ അപമാനിക്കുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റോ മറ്റ് ഫോട്ടോകളോ പുറത്തു വന്നാൽ ആ ഐഡികൾ തപ്പിപ്പിടിച്ച് കേസെടുക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കുറ്റത്തെ നിസ്സാരമായി കാണാനാകില്ല എന്ന് വിലയിരുത്തിയാണ് അഡീഷണൽ CJM കോടതി ജാമ്യം നിഷേധിച്ചത്. രാഹുൽ ഈശ്വർ സ്വയം കുഴി തോണ്ടിയെന്ന നിഗമനമാണ് ഈ ജാമ്യ നിഷേധത്തെ നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോൾ മുതൽ രാഹുൽ ഈശ്വർ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ലാപ്ടോപ്പ് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ഇതേ വീഡിയോ തന്നെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡും ചെയ്തു. ഈ വീഡിയോ പ്രതി തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ് ചെയ്തത്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ തന്നെ താൻ കുറ്റം ചെയ്തില്ല എന്ന് ആവർത്തിച്ചിരുന്നു രാഹുൽ. ഇതേ വാദം തന്നെ കോടതിയിൽ വെച്ചും രാഹുൽ ആവർത്തിച്ചിരുന്നു. ഇത് മാത്രമല്ല, കോടതിയിൽ അതിര് വിട്ടുപോകുന്ന രീതിയിലൊക്കെ രാഹുൽ പരാമർശം നടത്തി എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുകൂടാതെ രാഹുലിന്റെ ഏറ്റവും വലിയ കുരുക്കായത് ആ യുവതിയുടെ ഫോട്ടോ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിലുണ്ടായിരുന്നു. ഇതെന്തിനു വേണ്ടി ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് വീഡിയോകൾ ചെയ്യുമ്പോൾ പുറത്തുവിടുന്നതിന് വേണ്ടിയാണ് എന്ന് പോലീസ് കോടതിയിൽ സമർത്ഥിച്ചു. അതാണ് രാഹുൽ ഈശ്വറിന് വലിയ കുരുക്കായി മാറിയത്. ജാമ്യാപേക്ഷ പരിഗണിക്കവേ സ്വന്തം അഭിഭാഷകനുണ്ടായിട്ടും വക്കീലിനെ പറയാൻ സമ്മതിക്കാതെ ശബ്ദമുയർത്തി കോടതിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. താൻ നിരപരാധിയാണെന്നും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നുമായിരുന്നു രാഹുൽ കോടതിയിൽ പറഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിക്കുക, ഇരയെ മോശക്കാരിയാക്കുക തുടങ്ങിയ സൈബർ വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം BNS 75 3 വകുപ്പ് കൂടി ചേർത്തിരുന്നു. ഇത് ജാമ്യമില്ലാ വകുപ്പായിരുന്നു. അതായത് അടപടലം കൃത്യമായ പ്ലാനിങ്ങോടെ പോലീസ് രാഹുൽ ഈശ്വറിനെ പൂട്ടി എന്നുള്ളതാണ്. ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നതായിരുന്നു പ്രധാന കുറ്റം. ഇത്തരം പരാമർശം നടത്തിയോ എന്ന് കോടതി പരിശോധനയും നടത്തിയിരുന്നു. രാഹുൽ കുറ്റം ചെയ്തതിന് തെളിവുണ്ടെന്നും കോടതി കണ്ടെത്തുകയായിരുന്നു. ഇതുകൂടാതെ കോടതിയെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന വിധത്തിൽ പരാമർശങ്ങളും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്യുമെന്ന് ആവർത്തിക്കുകയായിരുന്നു വീണ്ടും രാഹുൽ ഈശ്വർ ചെയ്തത്. ഇതെല്ലാം രാഹുൽ കുറ്റം ആവർത്തിക്കാനുള്ള പ്രവണതയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. കോടതിയെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കോടതിയിൽ സ്വന്തം അഭിഭാഷകൻ ഉണ്ടായിരിക്കവേ സിനിമാ സ്റ്റൈലിൽ വാദം നടത്തുകയായിരുന്നു രാഹുൽ ഈശ്വർ ചെയ്തത്. ഇത് കോടതിയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഫലത്തിൽ രാഹുലിന് തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് വസ്തുത. പരാതി നൽകിയ പെൺകുട്ടിയുടെ വ്യക്തിവിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നും കോടതി ഉത്തരവിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കി പറഞ്ഞിരുന്നത്. നിലവിൽ കേസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. പ്രതി പുറത്തിറങ്ങിയാൽ ഇനിയും സമാനമായ കുറ്റം നടത്താൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യം നിഷേധിച്ചിരിക്കുന്നുവെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. അടപടലം ഒരു തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് രാഹുൽ ഈശ്വറിന് കിട്ടിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. എന്നാൽ ഇവിടെ ഇരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി സംസാരിക്കുന്ന പലരും അകത്താകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് രാഹുൽ ഈശ്വർ ചോദിച്ചു മേടിച്ചത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ചാനലുകളിലും അതുപോലെ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിലും അതിര് വിട്ടുപോകുന്ന ചില പ്രസ്താവനകൾ രാഹുൽ ഈശ്വർ നടത്തി എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇത് മാത്രമല്ല, സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ മുൻപ് ആ പറഞ്ഞ നടി റിനിയെയൊക്കെ അപമാനിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ചാനലിൽ
രാഹുൽ സംസാരിച്ചിരുന്നത്. ഇതൊക്കെ തന്നെ കോടതി കണ്ടു. അതായത് രാഹുലിന്റെ വീഡിയോകൾ, രാഹുൽ ചെയ്ത വീഡിയോയും അതുപോലെ തന്നെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സംസാരിച്ചതും എല്ലാം കോടതി വിലയിരുത്തിയാണ് ജാമ്യം റദ്ദാക്കിയത്. പക്ഷേ ഇപ്പോൾ പൂജപ്പുര ജയിലിലെ പോലീസ് രാഹുൽ ഈശ്വറിനെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. കാരണം രാഹുൽ ഈശ്വർ നിരാഹാരം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വെള്ളം മാത്രമാണ് കുടിച്ചത്. ഇത് വലിയ രീതിയിൽ ജയിൽ അധികൃതരെ വലയ്ക്കുന്നുണ്ട്. നിരവധി തവണ പോലീസ് മാറി മാറി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടി. പക്ഷേ രാഹുൽ അത് നിഷേധിക്കുകയായിരുന്നു. ഞാൻ നിരാഹാരം കിടക്കും എന്നുള്ള ഒരു പിടിവാശിയുമായി നിൽക്കുകയാണ്. ഇതിനിടയിൽ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ മാധ്യമങ്ങൾക്ക് മുൻപിൽ വലിയ രീതിയിലാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. വ്യാജ പരാതിയാണ് ഇതെന്നും രാഹുൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതൊന്നും തന്നെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ദീപ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല സർക്കാരിനും പോലീസിന് നേരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ചൊരിഞ്ഞുകൊണ്ടായിരുന്നു ദീപയുടെയും സംസാരം. തന്റെ ഭർത്താവ് കുറ്റക്കാരനല്ല എന്ന് തനിക്ക് ബോധ്യമുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നതെന്നും ദീപ രാഹുൽ ഈശ്വർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ രാവിലെ മുതൽ നിറയുന്നത് തന്നെ ദീപ രാഹുൽ ഈശ്വറിന്റെയും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുടെയും ഒക്കെ വിവരങ്ങളാണ്. മറ്റു വാർത്തകളിലേക്കൊന്നും തന്നെ മാധ്യമങ്ങൾ കടക്കുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് വന്ന ED നോട്ടീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ അങ്ങ് മങ്ങിപ്പോയിരിക്കുകയാണ്. ഇതുതന്നെയായിരുന്നു സർക്കാരിനും വേണ്ടിയിരുന്നത്. അവർ ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഡിസംബർ 8 വരെ ഇത് ഈ വിധത്തിൽ തള്ളിക്കൊണ്ടു പോകാൻ തന്നെയുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.